യാതൊരു വളവുതിരിവില്ലാത്ത റൂട്ട് പഠിപ്പിക്കുന്ന ഗ്രന്ഥം. വലം യജഅൽ ലഹു ഇവജ, അതിന് യാതൊരു വളവ് തിരിവുകളില്ല. മറ്റേത് റൂട്ട്സുകൾ നാം പരിശോധിച്ചാൽ, ഏത് അല്പചിന്തകന്മാരായ മനുഷ്യ നിർമ്മിതമായ ഏത് റൂട്ട്സുകൾ, ഏത് തത്വങ്ങൾ, ഏത് ഇസങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം കുറവുകൾ, വീഴ്ചകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതേ സമയത്ത് ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് ചെന്നെത്തിയതായ ഓറിയന്റലിസ്റ്റുകാർ വരേക്കും ഖുർആൻ പഠിച്ച ശേഷം വെറും മത്സര ബുദ്ധി കൊണ്ട് വിമർശിച്ചു എന്നല്ലാതെ അവരുടെ മനസാക്ഷി വരെ സ്വീകരിക്കാത്ത രൂപത്തിലുള്ള വിമർശനമാണ് അവർ നടത്തിയത്. മുഹമ്മദിൻ്റെതെന്ന് പറയാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടത്തിലുണ്ടായെങ്കിലും അവർക്ക് കാറൽ ബ്രോക്കൽമാനാണെന്നാണ് തോന്നുന്നത് താരീഖുൽ അദബുൽ അറബി എന്ന 5 വാല്യമുള്ള പുസ്തകം ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതിയ ശേഷം അത് അറബീകരിക്കപ്പെട്ട് ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇവിടെ ഉപയോഗിച്ച് വരുന്നതായ പുസ്തകമാണ്. അതിൽ അദ്ദേഹം എന്തോ ഒരു കഴിവ് ആ ഗ്രന്ഥത്തിനുണ്ട്. അദ്ദേഹം ജ്യോത്സ്യം അല്ലെങ്കിൽ കാഹിൻ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ കഴിവല്ല, അതിലെന്തോ ഒരു അസാധാരണ കഴിവുണ്ട് എന്ന് മൂപ്പർക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. അതേസമയത്ത് മൂപ്പരുടെ മനസാക്ഷിക്ക് വിരുദ്ധമാണത്, മൂപ്പർക്ക് അറിയാം അത് സത്യമാണെന്ന്. ഇത് ഈ ഖുർആനിൻ്റെ സ്വഭാവമാണ്. വളഞ്ഞു തിരിയുന്ന വളഞ്ഞ മാർഗങ്ങൾ ഇതിലില്ല, ചൊവ്വായ മാർഗമാണ്. വലം യജഅൽ ലഹു ഇവജ, ഖയ്യിമാണത്. ഖയ്യിം എന്ന് പറഞ്ഞാൽ ചൊവ്വായത്, വളവ് തിരിവില്ലാത്തതാണത്. അങ്ങനെയുള്ള ഗ്രന്ഥത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ക്ഷണിക്കുന്നത്. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുൻപിലോ പിൻപിലോ ബാത്തിൽ തീണ്ടാത്തതാണ്, അസത്യം തീണ്ടാത്തതാണ്. അസത്യം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. അങ്ങനെയുള്ള ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, അതിൻ്റെ സംരക്ഷണം നമ്മുടേതാണ്, ആ ബാധ്യത നാം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇൻ്റർനെറ്റ് യുഗത്തിൽ ധാരാളം പേര് ഇൻ്റർനെറ്റിലൂടെ ചവറ്റുകൊട്ടകളെന്ന് ഞാൻ പറയാറുള്ളത് പോലെ ആ രൂപത്തിൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഫിറ്റായ പദമാണ്. ഖുർആനിനെ വളച്ചൊടിച്ചിട്ട് കൃത്രിമ ഖുർആൻ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച പലരെയും കണ്ടു. എന്നിട്ടോ അവർ ഉണ്ടാക്കിയതായ കൃത്രിമ ഖുർആനിൽ കരിഞ്ചന്ത ഉണ്ടാക്കുവാനോ ഖുർആനിനെ അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പോലും ചർച്ച ചെയ്യാനോ സാധിക്കുകയില്ല എന്നൊരു പ്രത്യേകതയാണ് ഈ ഇജാസ് എന്ന് പറഞ്ഞാൽ. ഇജാസ് എന്നൊരു കഴിവ് ഖുർആനുണ്ട്. ഖുർആനിനെ തള്ളിപ്പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവനിൽ കഴിവുണ്ടെങ്കിൽ തന്നെ ആ കഴിവില്ലാതെയായി പോകും എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ ഈ ഇജാസിന് അർത്ഥം വെച്ചത്. ഖുർആനിൻ്റെ ഈ ഇജാസ് അതിനുള്ള അമാനുഷികത്വ കഴിവെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കണമെന്നോ അതിനെ തള്ളിപ്പറയണമെന്നോ തീരുമാനിക്കുന്ന വിഭാഗത്തിന് ആ സന്ദർഭത്തിൽ അതിന് സാധിക്കുകയില്ല. ആ സന്ദർഭത്തിൽ അള്ളാഹു അതിനുള്ള കഴിവ് അവർക്ക് നൽകുകയില്ല എന്ന് അർത്ഥം വെച്ചവരുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഏത് കാലഘട്ടത്തിലും ഇൻ്റർനെറ്റിൽ ഒഴുകാൻ ആരംഭിച്ച കാലഘട്ടത്തിൽ പരിശ്രമിച്ചവരുടെ ആ പരിശ്രമത്തെക്കുറിച്ച് 7 വയസ്സുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കുന്ന അറബി കുട്ടി വായിച്ചിട്ട് പറയുകയുണ്ടായി, ഇവൻ പറയുന്ന സൈസിലുള്ള കൃത്രിമ ഖുർആൻ എനക്കും ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ആ സൈസിലുള്ള ഖുർആനിൽ അവനുണ്ടാക്കിയ ഖുർആനിൽ ഞാൻ തെറ്റ് കാണുന്നു എന്ന് 7 വയസ്സും 10 വയസ്സുമുള്ള കുട്ടികൾക്ക് പറയാൻ സാധിച്ചു. അതാണ് അവരുണ്ടാക്കിയ ഖുർആനിൻ്റെ സ്വഭാവം. ഏത് അവരുണ്ടാക്കിയതായ കൃത്രിമ ഖുർആനിൽ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടികളല്ല, മറിച്ച് മാതൃഭാഷ അറബിയായതായ കുട്ടികൾ മാത്രം 10 വയസ്സുള്ള കുട്ടികൾ കണ്ടിട്ട് ഇത് യഥാർത്ഥത്തിൽ സാഹിത്യശൈലിയല്ല എന്നിവരെ പറഞ്ഞതായ സംഭവം ഞാൻ ഏതോ സന്ദർഭത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർനെറ്റ് വ്യാപകമാകുന്നതിന് മുമ്പായി ചില ആൾക്കാർ കൃത്രിമമായി ഖുർആനിനെ തള്ളിപ്പറയാൻ വേണ്ടി പരിശ്രമിച്ച രംഗത്തിൽ പറഞ്ഞതായി ഓർക്കുന്നു. പറഞ്ഞു വരുന്നത്, നാം ചർച്ച ചെയ്ത് വരുന്നതായ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന
യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. ആ ഖുർആന്റെ പ്രത്യേകത എന്താണ്? അത് ആരംഭിക്കുന്നത് തന്നെ സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയാണ്. ആരെയും വെറുപ്പിക്കുന്ന മതമല്ല, വെറുപ്പിക്കുന്ന നിയമങ്ങൾ അതിലില്ല. അത് സന്തോഷ വാർത്തയുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത നൽകുന്നു. എന്താണ് സന്തോഷ വാർത്ത? അന്ന ലഹും അജ്റൻ കബീറാ. അറ്റമില്ലാത്ത മഹാപ്രതിഫലം അവർക്കതിലൂടെ ലഭിക്കും എന്ന്. അതുകൊണ്ട് നാം ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതായ വിഷയമാകുന്ന ഖുർആനിലേക്ക് എന്ന ആ വിഷയം യഥാർത്ഥത്തിൽ നീണ്ട സബ്ജക്റ്റാണ്. നീ ഖുർആൻ ചൊവ്വായ ഗ്രന്ഥമായ ചൊവ്വായ പാതയിലേക്ക് തെളിക്കുന്നതായ ഈ വിശുദ്ധ ഫുർഖാൻ അലീമിൽ ആഴത്തിലിറങ്ങി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചവർക്കുണ്ടാകുന്നതായ ആസ്വാദനം അല്ല, സാധാരണക്കാർ വരെ, അർത്ഥമറിയാത്തവർ വരെ അതിലൂടെ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്. നിങ്ങൾ എന്തിനു വന്നു? നിങ്ങൾ എന്നിട്ട് നല്ലൊരു ശതമാനം പേർ അറബി അറിയാത്തവരാണ്. ഖുർആൻ നേരിട്ടിട്ട് ഓതിയാൽ അർത്ഥമറിയാത്തവരാണ്, അല്ലേ? അത് സംശയമില്ലാതെ സംശയം മറ്റ് പറയാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. എന്നാലും നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആൻ കേൾക്കണമെന്ന് പൂതി. എന്താണത്? അതിലൂടെ ആസ്വദിക്കണമെന്ന ആഗ്രഹമാണ്. അത് ആസ്വദിക്കാൻ പറ്റുന്ന സാധനമാണ്. അതിലൂടെ ആത്മാവിന് വളർച്ചയുണ്ടാവുന്നുണ്ട്. അതിലൂടെ ആത്മാവിന് എന്തെന്നില്ലാത്ത ആസ്വാദനം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള ലീവ് ദിവസങ്ങളിൽ വിനോദാഭാസങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരെല്ലാം ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെയും അതുണ്ടായിരിക്കാം, എന്നാലും പോരാ, ഇത് കേൾക്കണമെന്ന നിർബന്ധമാണ് നിങ്ങൾക്ക്. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. ഖുർആൻ ആസ്വദിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ഖുർആൻ ജനങ്ങളെ എവിടേക്കോ പൊക്കുന്നു. അവർക്ക് തന്നെ ഞാൻ എവിടെയോ എത്തിയിരിക്കുകയാണ് എന്ന് തോന്നും. ഞാൻ ഖുർആനിൻ്റെ ഉടമയാണ്, ഞാൻ ലോകാത്ഭുത ഗ്രന്ഥത്തിൻ്റെ ഉടമയാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ അള്ളാഹുമായിട്ട് അതിലൂടെ ബന്ധം പുലർത്തുന്ന ആളാണ് എന്ന ആ വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ മാനസികമായിട്ട് തന്നെ വളർച്ചയുണ്ടാകുന്നു, ഒരു മനോധൈര്യമുണ്ടാകുന്നു. ഈമാനിന് മറ്റുള്ളവർക്കുണ്ടാവാത്തതായ ഒരു പ്രത്യേക കഴിവും ശക്തിയും ഉണ്ടാകുന്നു. അതിലൂടെ നമസ്കാര ടൈമിൽ നമസ്കരിക്കാൻ സാധിക്കുന്നു, നോമ്പ് പിടിക്കാൻ സാധിക്കുന്നു, സക്കാത്ത് കൊടുക്കാൻ സാധിക്കുന്നു. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ ഖുർആൻ പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ച് അത് ഫിറ്റാക്കണമെന്ന ആ ആത്മവീര്യമുണ്ടാകുന്നു. ഇതൊക്കെ എന്തിലൂടെ വരുന്നു? ആ ഖുർആനുള്ള പ്രത്യേക കഴിവാണത്. അത് ഉൾക്കൊണ്ടവര് പണ്ട് അത് കയറി കഴിഞ്ഞപ്പോൾ, അത് കയറേണ്ടതുപോലെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ചലിക്കുന്ന ഖുർആൻ, നടക്കുന്ന ഖുർആൻ, പ്രസംഗിക്കുന്ന ഖുർആൻ, സംസാരിക്കുന്ന ഖുർആൻ, പ്രവർത്തിക്കുന്ന ഖുർആൻ ആയി മാറി. അതുകൊണ്ട് തന്നെ അവരെ കാണുമ്പോൾ പേടിയായിരുന്നു. ലോക ചക്രവർത്തിമാർക്കും അവരുടെ പട്ടാളങ്ങൾക്കും അവരുടെ കൂടെ ആയുധം വേണ്ട, അവരുടെ കൂടെ ബോംബുകൾ വേണ്ട, അവരുടെ കൂടെ ഒന്നും വേണ്ട, വെറും അവരെ കണ്ടാൽ മതി. കാണുമ്പോൾ തന്നെ അവരെ കാണപ്പെട്ടാൽ കാണുന്നവർ അല്ലാഹുവിനെ ഓർത്തു പോരുമെന്നാണ്. കാണുന്നവർ അല്ലാഹുവിനെ ഓർത്തു പോകും. അവരെ കാണുമ്പോൾ തന്നെ അള്ളാഹുവിന് ഓർമ്മയുണ്ടാകും. ഖുർആൻ കയറിയവരെ, ഖുർആൻ കയറേണ്ടതുപോലെ കയറിയതുവരെ, ഖുർആൻ കയറിയവരെ, ഖുർആൻ ഫലിച്ചവരെ, ഖുർആൻ ഉൾക്കൊണ്ടവരെ, ഖുർആൻ നടപ്പാക്കിയവരെ, ഇത് ആസ്വദിക്കാൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഖുർആനിൻ്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഖുർആൻ അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. നാം അത് പഠിക്കുമ്പോൾ, നാം അത് ഓതുമ്പോൾ, നാം അത് വായിക്കുമ്പോൾ, നാം അത് പേറുമ്പോൾ, നാം അത് വിതരണം ചെയ്യുമ്പോൾ, നാം അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കുമ്പോൾ, നാം അത് അച്ചടിക്കുമ്പോൾ, നാം അത് വിൽക്കുമ്പോൾ, ഏത് രൂപത്തിൽ അതുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ചോദിക്കപ്പെടുന്നത് കേൾക്കാറുണ്ട്. ഖുർആൻ മാത്രം ഓതുന്നതായ ചാനലുകളിൽ ഖുർആൻ റേഡിയോയിൽ കൂടി കേട്ടാൽ, ടൈപ്പ് റിക്കാർഡിൽ കൂടി കേട്ടാൽ പ്രതിഫലമുണ്ടോ എന്ന്. മറുപടി ഉണ്ട് എന്നാണ്. ഉണ്ട്. പക്ഷെ നേരിട്ട് ഓതണം, എന്നാൽ അതിൻ്റെ പരിപൂർണത കിട്ടുകയുള്ളൂ. നേരിട്ട് പഠിക്കണം, എന്നാൽ അതിൻ്റെ പരിപൂർണത കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷമോ വളരെ പ്രതിഫലം കിട്ടും, സംശയമേ ഇല്ല. അത് കേട്ട് ആസ്വദിച്ചാൽ, കേട്ടിട്ട്
ആ നാം ഉള്ള അന്തരീക്ഷം, കാറാണെങ്കിൽ കാർ, ബിസിനസ് മേഖലയാണെങ്കിൽ അത്, റൂമാണെങ്കിൽ റൂം, മറ്റു ശബ്ദ കോലാഹലങ്ങളും നടന്മാരുടെയും ഗായകന്മാരുടെയും ലോകത്തിൽ അറിയപ്പെട്ടതായ അനാചാരത്തിൽ റാങ്ക് നേടിയതായ വിഭാഗത്തിൻ്റെയും ശബ്ദ കോലാഹലങ്ങൾക്ക് പകരം അള്ളാന്റെ കലാം കേട്ടിട്ടാണ് ആസ്വദിക്കുന്നതെങ്കിൽ അതിലൂടെയാണ് അന്തരീക്ഷം. അത് ടേപ്പ് റിക്കാർഡിൽ കൂടിയാവട്ടെ, മറ്റു ഏതെങ്കിലും ആധുനിക മാധ്യമങ്ങളിൽ കൂടിയാവട്ടെ, അന്തരീക്ഷം ശുദ്ധീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ മറുപടി പറയുന്നത് നാം കേൾക്കാറുള്ളത്. അതൊക്കെ നമുക്ക് ഖുർആനിലൂടെ ആസ്വദിക്കാനുള്ളതായ മാർഗങ്ങളാണ്. പലരും അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ യുഗത്തിൽ അനിസ്ലാമിക മാധ്യമങ്ങൾ വ്യാപകമായ യുഗത്തിൽ ഒന്നിരിക്കലോ മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും മറ്റു രൂപങ്ങളിലുള്ളതായ അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പിശാചിനെ ഇഷ്ടപ്പെടുത്തുന്നതായ ശബ്ദ കോലാഹലങ്ങളിലൂടെയാണ് പലരും ആസ്വദിക്കാറുള്ളത്. അതിൽ നിങ്ങൾ പെടുകയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പെടരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു.